അപ്പൊ ഹോസ്റ്റലിലേക്ക് പോവാനുള്ള പർച്ചേസിംഗിന്റെ ഭാഗത്തിന് അവളിപ്പോ ഇല്ല. കിട്ടി ഗൈസ്. ഈ ഇവളുടെ വ്ലോഗ് കാണാൻ നല്ല രസമുണ്ടെങ്കിൽ ഒന്ന് കണ്ടുവെക്കാൻ. ഈ കോർണർ എന്റെ ഇങ്ങനെ ബളബളാന്ന് സംസാരിക്കുന്ന വ്ലോഗ് എടുത്താ എനിക്ക് കോൾ വന്നു, എന്റെ ഓർഡർ വരാറായിരുന്നു. ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹലോ ഗൈസ് വേണ്ടല്ലേ, അതൊരു ഫോർമുല ആയിപ്പോലെ നമുക്ക് ഫോർമുല എന്ന് പറയുന്നത് ഇൻഫോർമൽ മതി. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പിന്നെ ഞാൻ അടുത്തൊരു വ്ലോഗ് എടുക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഷോർട്സ് ഇട്ട് ഞാൻ മടുത്തോണ്ട് ഞാൻ അടുത്തു വ്ലോഗ് എടുക്കാം. ഇത്രയും നാൾ എന്താ വ്ലോഗ് എടുക്കാതിരുന്നേ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ മടി ഫസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ മേക്കപ്പ് ഇല്ലാതെ ഇങ്ങനെ വന്നിരിക്കണ്ടേ, അതിനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാകുന്നില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ വിചാരിച്ചു, പിന്നെ എന്റെ ഫ്രണ്ട്സ് തന്നെ പറയാൻ തുടങ്ങി ഇനി വ്ലോഗ് ഇടുന്നു. അപ്പൊ ഇനി മുതൽ ഞാൻ വ്ലോഗ് ഇടുന്നതായിരിക്കും. ഇന്ന് രാവിലെ തന്നെ എനിക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ഷൂട്ട് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് മടി ആയതുകൊണ്ട് അത് നടന്നില്ല ഗൈസ്. ഈ മടിക്കെല്ലാം മരുന്നെന്നെ എനിക്കൊന്ന് പറഞ്ഞുതരാമോ? എന്നിട്ട് മടി അങ്ങ് പീക്ക് ലെവലായി. വെക്കേഷനിൽ വീട്ടിലിരുന്ന് അങ്ങേറ്റായി എന്റെ മടി. അപ്പൊ ഇനി മടി കൊണ്ട് നിന്ന പറ്റില്ല നേരത്തെ ഞാൻ വിചാരിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഉച്ചയായില്ലേ, അപ്പൊ ഇനി നാളെ വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഇനി ഞാൻ നീട്ടിക്കൊണ്ടോ അങ്ങനെ നീട്ടി എടുക്കലുണ്ടാവില്ല. സോ ഞാൻ അപ്പൊ ഉച്ച മുതൽ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു എന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പൊ നിങ്ങൾക്ക് രാവിലെ കാണണമെങ്കിൽ ഞാൻ എന്റെ മോർണിംഗ് വ്ലോഗായിട്ട് ഇടാം. അപ്പൊ വേറൊരു കണ്ടന്റ് ആയി. ഇപ്പൊ ഞാൻ കുളിച്ച് നമസ്കരിച്ച് എല്ലാം കഴിച്ചും ഇരിക്കുകയാണ്. സോ ഇനിയിപ്പോ ഉച്ചയ്ക്ക് എന്താ ഞാൻ കഴിച്ചതെന്ന് വെച്ചാൽ ചോറും ബീഫ് കറിയും അച്ചാറും പയറ് ഒലത്തിയതുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിച്ച് ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ആലോചിച്ചത് രാവിലെ എടുക്കാന്ന് പറഞ്ഞ വ്ലോഗ് എടുത്തില്ലല്ലോ. സോ നമുക്ക് ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇനി ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല ഗൈസ്, അത് നിങ്ങൾക്ക് അറിയാലോ. എന്റെ ഷോർട്സിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല എന്ന്. ബിക്കോസ് ഉച്ചയ്ക്ക് ഉറങ്ങിയാൽ പിന്നെ എണീക്കുമ്പോ ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച അവസ്ഥയായിരിക്കും എനിക്ക്. സോ ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല, ഇനി അങ്ങോട്ട് ഉറങ്ങുമില്ല. പിന്നെന്താ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇപ്പൊ വെക്കേഷനിൽ ഇരുന്ന ഇനി 2 മാസം കൂടി ഉള്ളു ഗൈസ് എന്റെ വെക്കേഷൻ. അത് കഴിഞ്ഞ് പിന്നെ ക്ലാസ് തുടങ്ങും. അപ്പൊ ഹോസ്റ്റലിലേക്ക് പോവാനുള്ള പർച്ചേസിംഗിന്റെ വ്ളോഗൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇനി കുറച്ചേരം കഴിയുമ്പോഴത്തേക്കും സെയിൻ വരും. അവൻ വരുമ്പോഴാണ് പിന്നെ വീട്ടിലൊരു ഓളം വെക്കുന്നത്. അവൻ വന്ന പിന്നെ എനിക്ക് വ്ളോഗ് എടുത്തിരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് അവന്റെ പുറകെ ഇങ്ങനെ അവനെ ചൊറിയാൻ നടക്കണം. പക്ഷെ ഞാൻ വ്ളോഗ് എടുക്കും. പിന്നെ ഞാൻ മെയിനായിട്ട് വ്ളോഗ് എടുക്കാതിരുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ബളബളാന്ന് സംസാരിക്കുന്ന വ്ളോഗ് എടുത്താ അങ്ങനെ ബളബളാന്ന് സംസാരിക്കാൻ എനിക്ക് അറിയില്ല ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ വ്ളോഗ് എടുക്കാതിരുന്നത്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും വ്ളോഗ് എടുത്തേനും. പക്ഷെ എന്റെ വീട്ടുകാരൊക്കെ പറയുന്നത് എനിക്ക് ബളബളാന്ന് സംസാരിക്കാൻ അറിയാന്നാണ്. ബട്ട് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ബളബളാന്ന് സംസാരിക്കാൻ അറിയില്ല. അപ്പൊ ഇന്ന് എന്റെ ഉച്ച മുതലുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയുണ്ട് എന്റെ ഡേ ഇൻ മൈ ലൈഫ്? ബിക്കോസ് എനിക്ക് ക്ലാസ് ഇല്ല, ഒന്നുമില്ലല്ലോ. അപ്പൊ വെക്കേഷനാണ് എനിക്ക്. അപ്പൊ ആ വെക്കേഷനിൽ എന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഷൂട്ട് ചെയ്യുന്നത്. ആൻഡ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എന്റെ ഒരു വിശ്വാസം. പിന്നെ ഗൈസ്, കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തിട്ട് പോവാം പ്ലീസ്. അതിലാണ് എന്റെ ഒരു പ്രതീക്ഷ. ഒരു വീഡിയോ ഇടുമ്പോൾ ഒരു സബ്സ്ക്രൈബർ വെച്ചെങ്കിൽ കൂടിയാലാണ് എനിക്ക് വീണ്ടും വീഡിയോസ് ഇടാനുള്ള ത്വര വരുള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്കും ഷെയറും, പിന്നെ ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തിട്ട് ഇവളുടെ വ്ലോഗ് കാണാൻ നല്ല രസമുണ്ടെങ്കിൽ ഒന്ന് കണ്ടുവെക്കുക അങ്ങനെയൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഷെയർ കൊടുത്താം. അപ്പൊ അവര് സബ്സ്ക്രൈബ് ചെയ്യും, അങ്ങനെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടും. അപ്പൊ ഇത്രേ ഉള്ളൂ, ഇനി കാണാം. അപ്പൊ അത് ഇവിടെയാണ് ഞാൻ മെയിനായിട്ട് ഫോൺ കണ്ടോണ്ടിരിക്കുന്ന സ്ഥലം. ഈ കോർണർ എന്റെ, ആ കോർണർ എന്റെ ഇത്താത്താടെ. സോ ഇവിടെയാണ് ഞാൻ എപ്പോഴും ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം. അപ്പൊ ഗൈസ്, ഇപ്പൊ ഞാൻ വ്ലോഗ് എടുത്ത് കഴിഞ്ഞാൽ ഒന്ന് ഫോൺ ജസ്റ്റ് വെച്ചപ്പോഴത്തേക്കും എനിക്കൊരു കോൾ വന്നു. എന്റെ ഓർഡർ വരാറായെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇന്ന് വരും. കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരെണ്ണാണ് ഇന്ന് വന്നത്. അപ്പൊ അതെന്താണെന്നും കൂടി നിങ്ങളെ കാണിച്ചു തരാം. വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഗൈസ്. അയാളാ ഇപ്പൊ വരുന്നാണ് പറഞ്ഞത്. വഴിയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കിട്ടി ഗൈസ്. അപ്പൊ നമുക്കിത് പൊട്ടിക്കാം. ഇങ്ങനത്തെ ഒരു സാധനം കൈ കിട്ടുമ്പോ അത് അൺബോക്സ് ഞാനും ഷിഫു എപ്പോഴും തന്നെയാണ് ഗൈസ്. ഷിഫു മീൻസ് എന്റെ ഇത്താത്ത. ഭാഗത്തിന് അവളിപ്പോ ഇല്ല. അപ്പൊ എനിക്കാണ് ഇത് അൺബോക്സ് ചെയ്യാനുള്ള ഒരു ഇത് വന്നത്. മനസ്സിലായില്ല, ഞാനൊരു സ്ലിംഗ് ബാഗാണ് ഈ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്ങനെയുണ്ട് ഗായ്സ്? ഇവിടെയും ഒരു ബട്ടൺ ഉണ്ട്, ഇവിടെയും ഒരു ബട്ടൺ ഉണ്ട്. ബിസ്മില്ലാ. ആൻഡ് ഇതില് 2 കള്ളിയുണ്ട്. ഒരു കളിയിൽ ഇത്രയും സ്ഥലം, ഏത് കളിയിൽ എന്തൊക്കെയോ നിറച്ച് വെച്ചിരിക്കണം വേർതിരിക്കാൻ വേണ്ടി.
അത് കളയണക്കായി മുമ്പായിട്ട് എനിക്കൊരു ഫോട്ടോ എടുക്കണം. അപ്പോൾ ഫോട്ടോ എടുക്കട്ടെ. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ക്വാളിറ്റി ഉണ്ട് കേട്ടോ. എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഗൈസ് ഈ ബർഗണ്ടി കളർ സ്ലിംഗ് ബാഗ് വാങ്ങണമെന്ന്. അങ്ങനെ ഞാൻ ആഗ്രഹം സാധിപ്പിച്ചു. എനിക്ക് എന്നോട് തന്നെ ഒരു സന്തോഷം തോന്നുന്നു. ഈ സ്ട്രാപ്പിൻ്റെ ലെങ്ത് കിട്ടണമെങ്കിൽ നമുക്കിത് ഈ സാധനം ഇറക്കിട്ടാൽ അപ്പോൾ അതിൻ്റെ ലെങ്ത് കൂടും. ഇങ്ങനെയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായ കമന്റ് ചെയ്യുക ഗൈസ്. ഇപ്പൊ തന്നെ സെയിൻ വരും ഗൈസ്. അപ്പൊ അവനെ പിക്ക് ചെയ്യണം. പിന്നെ അവന്റെ ഒപ്പം കളി ചായ കുടി അതൊക്കെയാണ് ഈ വൈകുന്നേരം കാണിക്കാനുള്ളൂ. നീ വന്ന എന്തിനാ നീ ഇത്ര പെട്ടെന്ന് വന്നേ? കുറച്ചു നേരം കൂടി കഴിഞ്ഞ് വന്നാ മതിയില്ലായിരുന്നോ? ഞാൻ വ്ളോഗ് എടുക്കാറുന്നോടാ. ശൂര അക്കുമ്മ ഉള്ളിലുണ്ട്. എന്റെ വ്ളോഗിൽ എന്തെങ്കിലും പറയണ്ട? എന്തെങ്കിലും പറഞ്ഞ എന്റെ വ്ളോഗില്? എന്ത്? എനിക്ക് ഇനി സ്കൂളില്ലേ? ഓ മൈ ഗോഡ്. അപ്പൊ ഇനി 2 ദിവസം എന്തെടുക്കുക? ആ ലീവിന് നീ എന്തെടുക്കണേ? ഉറങ്ങുവാളാ? നമ്മള് പുറത്ത് പോവില്ലേ? ആരെ കൊണ്ടുപോണ പുറത്ത്? ആ ഇന്നത്തെ എക്സാം അങ്ങനെ ഉണ്ടായിരുന്നു? ബിപി ചോദിക്കാൻ മറന്നുപോയി. ഇന്നത്തെ എക്സാം അങ്ങനെ ഉണ്ടായിരുന്നു സൈനെ? അതാടെ വയ്ക്കിയ നമസ്കരിച്ച് കഴിഞ്ഞു ഗൈസ്. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ചായ വെക്കണം. ചായ വെക്കൽ എൻ്റെ ഡ്യൂട്ടിയാണ്. ബിക്കോസ് എനിക്ക് വൈകുന്നേരം ഒരു ഗ്ലാസ് ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്. അത് മസ്റ്റാണ് എനിക്കൊരു ഗ്ലാസ് ചായ. അതുകൊണ്ട് എന്ത് ചെയ്യും, ഞാൻ തന്നെ വയ്ക്കും ചായ. അങ്ങനെയാണ്, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇനി കുറച്ച് നേരം കൂടി ഫോൺ കണ്ടിട്ട് ഒരു ഷിഫു എന്നെ സമയമാകുമ്പോഴത്തേക്കും, ഷിഫു മീൻസ് എൻ്റെ 3ാമത്തെ തത്ത. ടോട്ടൽ ഞങ്ങൾ 4 പേരാണ്. അതിൽ ഏറ്റവും ഇളയാളാണ് ഞാൻ. മൂത്ത ആളാണ് അക്കു, 2ാമത്തെ ആൾ വാവ, 3ാമത്തെ ആൾ ഷിഫു, 4ാമത്തെ ആൾ സാലു. ആൻഡ് മുകളിൽ ബഹളം കേൾക്കണ്ടായിരിക്കും. അക്കു സെയിനും ചീത്ത പറഞ്ഞ കാര്യമാക്കണ്ട. ഇപ്പം സെയിൻ ഫ്രഷായിട്ടോ. സെയിൻ കുളിച്ച് ഫ്രഷായി കുറച്ച് നേരം കഴിയുമ്പോൾ ഷിഫു വരും. ഷിഫു വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കുക. ചായ കുടിക്കാൻ പാകത്തിന് ഞാൻ ചായ വയ്ക്കും. ഇടയ്ക്ക് പാലുണ്ടാവും, ഇടയ്ക്ക് പാലുണ്ടാവില്ല. പാൽ ചായയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതെല്ലാവർക്കും അങ്ങനെയല്ലേ. പക്ഷെ ഇപ്പോൾ പാൽ ചായ ഇല്ലെങ്കിൽ പോലും എനിക്കൊരു കട്ടൻ ചായ എങ്കിലും വൈകുന്നേരം വെച്ച് കുടിച്ചില്ലെങ്കിൽ ഒരു രസമല്ല ഗൈസ്. ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതെന്താ? നീ എന്നെ ന്യൂട്രിമിക്സിന്റെ പരസ്യം ചെയ്യാ? അത് കയ്യിലുണ്ടാ? നിനക്ക് ഭയങ്കര ഇഷ്ടമാണോ ന്യൂട്രിമിക്സ്? ജെയിൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റാണ് ഗൈസ് ഈ ന്യൂട്രിമിക്സ്. എനിക്കൊക്കെ പറ്റിയതുണ്ടാ? ഇല്ല അല്ലേ? എനിക്ക് പറ്റത്തില്ല എന്നാണ് ഗൈസ് പറഞ്ഞത്. പക്ഷെ നമുക്ക് പറ്റിയതൊക്കെ ഉണ്ട്. എനിക്കൊക്കെ പറ്റിയതുണ്ടടാ. എന്നാ ഇല്ലെങ്കിൽ ഇല്ല. ഇനി എന്താ പണിന്ന് പറഞ്ഞേ? ഇനി എന്താ ചെയ്യണ ജെയിൻ? ഈ ന്യൂട്രിയൽ സൊല്യൂഷന്റെ പേരെന്താണെന്നറിയോ? മക്കൾക്ക് ഒന്ന് എന്ത് നീ വാക്കെടുക്കാ? ന്യൂട്രിയൽ സൊല്യൂഷൻ ഹെംബ്ലൻസ് യോ ഹെം ഹാൻഡ്സ് ഹാപ്പൻസ് ടോപ്പ്. എന്ത്? വാട്ട് യു മീൻ? മാസ്റ്റർ ടെക്നിക് ഹാറ്റ് ഹിയർ. അബ്രാക്കഡാബ്ര. ഇതാണ് എന്റെ ന്യൂട്രിയൽ സ്കൂളില്. കാണിച്ചു കൊടുക്കട്ടെ. നീ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് നീ കാണിച്ചു തരാൻ പറ്റുള്ളല്ലോ. കണ്ടോര് ഇവിടെ നിരത്തല്ലേട്ടാ. മതി, ഇനി കൊണ്ടോക്കോ. എല്ലാരും കണ്ടുട്ടാ. എല്ലാരും ഇപ്പൊ ന്യൂട്രിമിക്സ് ഒക്കെ വാങ്ങിച്ച് കുടിക്കുക, പാലിക്കലക്കി കുടിക്കുക അല്ലേടാ? ജൈനെ പോലെ കോംബ്ലാൻ ബോയ് ആവുക. കോംബ്ലാനല്ലോ, ന്യൂട്രിമിക്സ് ബോയ് ആവുക.
ഞാൻ ഇന്നൊരു 10 മിനിറ്റിന്റെ വ്ളോഗ് എടുക്കാനാണ് ഗൈസ് ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ ഇപ്പൊ എടുത്തു വെച്ചേക്കുന്ന വ്ളോഗ് തന്നെ ഒരു 10 മിനിറ്റിൽ കൂടുതലുണ്ട്. അതിടണോ വേണ്ടേ എന്നുള്ളൊരു ഡൗട്ടിലാണ് ഞാനിപ്പോ. ബട്ട് ആദ്യത്തെ വ്ളോഗല്ല, അപ്പൊ കുറച്ച് കൂടുതൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. കാണുന്നവരൊക്കെ കാണട്ടെ. പാവം ഗൈസ് കുറേ നേരം എൻ്റെ ഒപ്പം കളിക്കാൻ വേണ്ടി വന്നു. ബട്ട് ഞാൻ വ്ളോഗ് എടുക്കാനും കൊണ്ട് അവന് വലിയ കാര്യത്തിന് മൈൻഡ് ചെയ്തില്ല. പക്ഷെ അവൻ ഉറങ്ങിപ്പോയി. സാറില്ല, അവൻ ഉറങ്ങിയതിൻ്റെ വിഷമത്തിൽ ഞാൻ ചായ ഇടാൻ പോയി ഗൈസ്. ഇന്ന് പാലില്ലാത്തതുകൊണ്ട് കട്ടൻ ചായ ആയിട്ട് ഉണ്ടാക്കാം. പിന്നെ ഞാൻ ജെയിൻ ഉറങ്ങിയ തക്കം നോക്കി അക്കു ജെയിന് വേണ്ടി എടുത്ത് വെച്ചേക്കണം ഡാർക്ക് ഫാൻറ്റസി എന്ന് പറഞ്ഞു. ഈ ഡാർക്ക് ഫാൻറ്റസി അവൾ ഇങ്ങനെ എടുത്ത് വെച്ചേക്കണം എന്താണെന്ന് വെച്ചാൽ ജെയിൻ ഇടക്കിടക്ക് ചീമൂടുകൾ വരും. അപ്പോൾ ആ ചീമൂടൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി ഇടയ്ക്ക് അവൾ ഇങ്ങനെ ഓരോന്ന് എടുത്ത് കൊടുക്കും. അപ്പോൾ അവൻ്റെ ചീമൂടൊക്കെ മാറും. അപ്പോൾ അതാണ് ആ ഒരു ഇതിൻ്റെ ഒരു രഹസ്യം. അപ്പോൾ ഇന്ന് ചായക്ക് ഇങ്ങനെ കടികെട്ടി വലിയതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യം ഉണ്ടാക്കി വെച്ചിങ്ങനെ എള്ളുണ്ടിയാണ് ഉണ്ടാകുന്നത്. അതാണ് തീരാറായിരുന്നു. ലാസ്റ്റത്തെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു. ആ ഒരു ഡപ്പി ഫുൾ ഉണ്ടായിരുന്നിട്ടായി എള്ളുണ്ട്. അത്രയും വലിയ പെട്ടി എൻ്റെ വീട്ടിൽ 3 ദിവസത്തിൽ കൂടുതൽ നിൽക്കില്ല ഗൈസ്. പ്രത്യേകിച്ച് ഞാനുള്ളപ്പോൾ അത് നമുക്ക് അറിയാലോ. എപ്പോഴും ജെയിൻ എണീറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സോ ഞങ്ങൾ ജെയിൻ ഇല്ലാതെയാണ് ചായ കുടിച്ചത്. എന്നിട്ട് എല്ലാവരും ചായക്ക് കുടിച്ചത് ഞാൻ ജെയിനെ വിളിക്കാൻ പോയി. ഇങ്ങനെ കിടന്ന് ഉറങ്ങാറില്ലായിരുന്നല്ലോ ചുട്ടുമണി. ജെയിന നിങ്ങളാക്കിക്കേ എന്തേ ബിബി വ്ളോഗ് എടുക്കണോ? ജെയിന ഗൈസ് ഞങ്ങളുടെ വീട്ടിലെ എസ്തെറ്റിക്സ് അനുസരിട്ടെ. പുതപ്പ് വേറെ കളറ്, പില്ലോ കവറ് വേറെ കളറ്. ഇങ്ങനെയുണ്ട് ഈ വീട്ടിലെ എസ്തെറ്റിക്സ് ഒക്കെ. പിന്നെ ഗൈസ് ഞാൻ ആ ബെഡ്ഷീറ്റിന് പുതപ്പെന്ന് പറയാൻ കാരണം ഞങ്ങളിത് പുതപ്പായിട്ടും ബെഡ്ഷീറ്റായിട്ടും യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് മുത്തുമണി പ്ലീസ് എണീക്കോ, നമുക്ക് കളിക്കാം പ്ലീസ് ഡാ, എഴുന്നേക്കടാ. എഴുന്നേക്ക പ്ലീസ്. ഇങ്ങനെ ചൊറിയുമ്പോ ഒരു സുഖം കിട്ടും ഗൈസ്. ഇപ്പൊ എനർജി ഒക്കെ ഉണ്ടല്ലോ എന്നെ ചവിട്ടാൻ എണീറ്റേ. ഞാൻ പോവാട്ടോ. ഇനി ഞാൻ എണീപ്പിക്കാൻ വരില്ല, ഞാൻ പോവാ. ബൈ. ഇനി കുറച്ചേരം മുന്നോശത്ത് വന്നിരിക്കാം ഗൈസ്. ഉമ്മാമ വരണ്ട് ഗൈസ്, കാണിച്ചിരട്ടെ. യെസ് പ്ലീസ് കം. അലൈക്കും സലാം. ഉറങ്ങിക്കഴിഞ്ഞോ ജൈന? ഉറങ്ങിക്കഴിഞ്ഞാ? അതേ വന്നേക്കുണ്ട്. എന്തേലും പറ നീ, പറ. നല്ല രസമായിരുന്നു ഉറങ്ങാൻ. ഇഷ്ടായോ ഉറങ്ങിയത്? ഇനി ഉറങ്ങണ്ടോ? ഇനി എപ്പോഴാ ഉറങ്ങണം? രാത്രി. അപ്പൊ എത്ര നേരം കിടന്നുറങ്ങും? കൊറേ നേരം കിടന്നുറങ്ങും? സാലും അപ്പൊ നിന്റെ അടുത്ത് കിടന്നോട്ടെ. വൈ ചുമ്മാ ഞാൻ നടക്കാണ് ഗൈസ് വൈകുന്നേരം. ജസ്റ്റ് ഒരു ഈവനിങ് വാക്ക്. എന്നൊന്നുമില്ല കേട്ടോ, ഇന്ന് വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് മാത്രം. ഈ പപ്പായയിൽ എപ്പോഴും കിളി വരും. ഒരു പീസ്ഫുൾ. വേറെന്താ ഗൈസ്, ഇപ്പോൾ വൈകുന്നേരം സമയം 6:26. ചായയൊക്കെ കുടിച്ച് ഉമ്മമായൊക്കെ വന്നു. ഭർത്തനം പറഞ്ഞുകൊണ്ടിരിക്കണു. ഞാൻ ഇങ്ങനെ മുന്നോട്ട് ഇറങ്ങി ചുമ്മാ ഇരിക്കണു. 10 മിനിറ്റ് മതി എന്ന് കരുതി എടുത്ത വ്ളോഗ് അങ്ങനെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റിൽ കഴിഞ്ഞിരിക്കുകയാണ്. സോ ഞാൻ വിചാരിക്കുന്നു ഒരു ഈവനിങ് വ്ളോഗായിട്ട് ഇത് ചുരുക്കാമെന്ന്. അപ്പോൾ എൻ്റെ ഒരു ഫുൾ ഡേ എങ്ങനെയായിരിക്കും ഞാൻ ആലോചിച്ചോ. 1 മണിക്കൂറിൽ കൂടുതലാവുമോ അതൊക്കെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മതി ഗൈസ്. ഈവനിങ് വ്ളോഗിലൂടെ കിളികൾ പപ്പായയുടെ അടുത്തൊന്നും ഇരിക്കണം. ഓക്കെ, അപ്പം ഇന്ന് ഈവനിങ് വ്ളോഗിൽ നമുക്ക് ചുരുക്കാം. നെക്സ്റ്റ് ഡേ ഇൻ മൈ ലൈഫായിട്ട് ഞാൻ വരാം. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. ബൈ ഫോർ നൗ.